പൊന്നോ, നമ്മുടെ ചങ്കുകളൊക്കെ വിളിച്ചു തുടങ്ങിയേ. 26-ാം തീയതി വീഡിയോ ഇട്ടതിന് ശേഷം ഞങ്ങൾ സാറിനെ കാണാനില്ലേ? സന്തോഷ് സാർ എവിടെ പോയി? ഞങ്ങളെ പൊന്ന് സന്തോഷ് സാറേ, ചങ്കുകളൊക്കെ എല്ലാം കാണണം. ചങ്കുകൾക്കൊക്കെ 3 ദിവസത്തിലൊരിക്കൽ കാണണം. ചങ്കുകളെ, നമ്മളെ ന്യൂസ് 18-ലൊക്കെ ഒരു വീഡിയോ അവരെടുത്തിട്ട് പോയല്ലോ. അത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു ഓടുകയാണ് ഹൗസ്ഫുള്ളായിട്ട്. അപ്പം അതൊക്കെ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് അതിനൊക്കെ ഈ കമൻസ് തൊഴിലാളികൾ ഒരുപാട് അവിടെ വന്നിട്ടുണ്ട്. അവന്മാർ ലൈക്ക് വെച്ച് നോക്കുമ്പോൾ അവന്മാരെ 2 ഇരട്ടിയാണ് ലൈക്ക്. കമൻസ് തൊഴിലാളികൾ ഒന്നുകൂടെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളൊക്കെ അതിനൊരു മറുപടിയൊക്കെ അങ്ങ് കൊടുത്തേ. ന്യൂസ് ചാനലിൽ ന്യൂസ് 18-ൻ്റെത്. അപ്പോൾ അതിൻ്റെ തിരക്കിലൊക്കെ ആയി. ആ വീഡിയോ ഇങ്ങനെ നടന്നുകൊണ്ട് എനിക്ക് ഇടാനൊന്നും സമയം കിട്ടിയില്ല. ഇപ്പോൾ അവന്മാരെല്ലാം കൂടെ എൻ്റെ തിരക്കങ്ങ് കൂട്ടി. ഈ കമൻസ് തൊഴിലാളികളും അല്ലെങ്കിൽ എന്നെ വിമർശിക്കുന്നവരുമാണ് ഇപ്പോൾ എന്നെ വളർത്തി വലുതാക്കിയത്. എനിക്കിപ്പോൾ തിരുവനന്തപുരത്തേക്കാൻ വയ്യ. ലോകം മൊത്തം ആൾക്കാരെ കൊണ്ട് കസ്റ്റമേഴ്സാണ്. അവർക്കെല്ലാം അറിയാം കലിയ ചോദിച്ചാൽ എന്താണ്. എൻ്റെ അടുത്ത് നേരിട്ട് വന്നിട്ടുള്ളവർക്ക് അത് വ്യക്തമായിട്ട് അറിയാം. കമേഴ്സ് തൊഴിലാളികൾക്ക് ചാകര കിട്ടിയതുപോലെ അവർ എഴുതുകയാണ്. സാരമില്ല, അവന്മാർ കാരണം ഇപ്പം ഭയങ്കര തിരക്കാണ്. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാത്തത്. പിന്നെ എൻ്റെ കമൻസ് ബോക്സിനകത്ത് ഒന്ന് തോന്നിയ അവസ്ഥ ഈ കമൻസ് തൊഴിലാളിയൊക്കെ ഒന്നും എഴുതാൻ സമ്മതിക്കാത്തതുകൊണ്ട് അവന്മാരെ കുരുപൊട്ടി അവന്മാർ ഭ്രാന്തെടുത്ത് കിടക്കുകയാണ്. അവന്മാർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ചാനലുകളിലൊക്കെ കൊടുക്കുമ്പോൾ അവന്മാർ എഴുതി പിടിപ്പിക്കും. വളരെയധികം സന്തോഷമാണ്. ഇപ്പം എനിക്ക് ഭയങ്കര തിരക്ക് കാരണമാണ് വീഡിയോ ഇടാത്തത്. അതുകൊണ്ട് ചങ്കുകളുടെ അടുത്ത് ആദ്യമായിട്ട് സോറി പറയുകയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരെല്ലാം കൂടെ എന്നെ വളർത്തി ഇപ്പോൾ എല്ലായിടവും ആൾക്കാർക്ക് ഇപ്പോൾ കലിയ ചോദിച്ചാൽ മതി. അതാണ്. ഒരു കാലത്ത് ഇവന്മാർ പണ്ട് വീഡിയോ ഒക്കെ ഷെയർ ചെയ്യായിരുന്നു. പിന്നെ ഇവന്മാർക്ക് അബദ്ധം മനസ്സിലായി, വീഡിയോ ഷെയർ ചെയ്താൽ അത് വിശ്വാസികൾ കയറി പിടിക്കും എന്നുള്ളത്. അപ്പോൾ പിന്നെ ബ്രാൻഡിയൊക്കെ ഇവന്മാർ മതിയാക്കി. ഇപ്പോൾ ആകെപ്പാടെ കമൻസ് തൊഴിലാളികൾ കമൻസ് എഴുതും. അവന്മാർക്ക് വല്ല നച്ചാപിച്ച കിട്ടണം, അതുകൊണ്ട് കമൻസ് എഴുതി പോട്ടെ. അവന്മാർക്കാണ് ആദ്യം നന്ദി. അതായത് നിരീശ്വരവാദികൾക്കും കമൻസ് തൊഴിലാളികൾക്കും അങ്ങനെയുള്ളവർക്കാണ് ആദ്യം നന്ദി പറയേണ്ടത്. അപ്പോൾ അവർക്കെല്ലാം നന്ദി. നിങ്ങളങ്ങനെ എന്നെ കൊണ്ട് ജീവിക്കണം. അപ്പോൾ അതുകൊണ്ട് സ്വഭാവം നിങ്ങൾ കുറേ കൂടെ അധ്വാനിക്കുകയും കൂടെ വേണം. അല്ലാതെ ഇത് മാത്രം എഴുതി നിങ്ങൾ കുടുംബം പോറ്റാനൊന്നും പറ്റില്ല. ഏഷണിയും ഞാൻ മാതൃഭൂമിയിലെ ഏത് മതാചാര്യന്മാർ എന്തെഴുതിയാലും അതിൻ്റെ താഴെ വന്ന് ചീത്ത എഴുതണമെന്നുള്ള കുറേ ഞരമ്പ് രോഗികളും കുറേ കമൻസ് തൊഴിലാളികളും മലരന്മാരും ഒക്കെ കുറേ ഉണ്ട്. അത് എഴുതിക്കോട്ടെ, അവരെഴുതിക്കൊണ്ടേ ഇരിക്കട്ടെ. നല്ലത് എഴുതിയാലും നല്ലത് പറഞ്ഞാലും ആ വീഡിയോ പോലും കാണില്ല. അതുകൊണ്ടാണ് അത് എഴുതുമ്പം പരസ്പര വിരുദ്ധമായിട്ട് വരും. അത് സംഭവിക്കട്ടെ. വീഡിയോ കണ്ടവന്മാർക്ക് അത് പറയാം. എന്നിട്ട് ലൈക്ക് അവന്മാരെക്കാളും കൂടെ കമൻസിനേക്കാളും 2 ഇരട്ടിയാണ് ലൈക്ക്. അപ്പോൾ ഈ കമൻറ്റ് തൊഴിലാളികൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും 1000 നന്ദി. ഇപ്പോൾ എനിക്ക് സമയമില്ല, എൻ്റെ ചങ്കുകൾക്ക് പോലും എന്നെ കാണാൻ സമയം കിട്ടുന്നില്ല. അത് പോട്ടെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ 2026 ഇന്ന് നമുക്ക് 2025 തീർന്ന് 2026 നമ്മൾ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നെ പോയാൽ മതി. അപ്പോൾ കാര്യങ്ങൾ അറിയണം, അവർക്കെല്ലാം അറിയണം. ഞാൻ എൻ്റെ പ്രവചനത്തിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സൂക്ഷിക്കേണ്ട നക്ഷത്രങ്ങൾ കാർത്തിക, ഉത്രാടം. ഇവർ വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. പിന്നെ ഏറ്റവും കൂടുതൽ ഭാഗ്യം വരുന്ന നക്ഷത്രങ്ങളെന്ന് പറഞ്ഞാൽ ഭരണി, പൂരാടം. അപ്പോൾ ഇവരൊക്കെ ഈ 2026 ഈ പറഞ്ഞ പ്രവചനത്തിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവർ വളരെ ശ്രദ്ധിക്കണം. ഇനി പൊതുവെ കോമൺ ആയിട്ട് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട നക്ഷത്രങ്ങൾ പറഞ്ഞു, ഏറ്റവും കൂടുതൽ നല്ലതായിട്ടുള്ള നക്ഷത്രങ്ങളും പറഞ്ഞു. അപ്പോൾ ഇതിനിടയ്ക്ക് ചില മാസങ്ങളിൽ കുറേ പേർക്ക് നല്ലതാണ്. ഇപ്പം നമ്മുടെ ഓരോ മാസത്തിൻ്റെ രാശി വെച്ച് അതിൻ്റെ കണക്ക് വെച്ചിട്ടൊക്കെ കുറേ ഇതുണ്ട്. ആ പ്രവചനം അവിടെ നിന്നോട്ട്. അപ്പം ബാക്കിയുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് പൊതുവെ 2026 അത്ര ഡാമേജ് പറ്റാത്ത നക്ഷത്രങ്ങളും കൂടെ പറയാം. അവർക്ക് വലിയ പ്രയാസങ്ങളൊന്നും വരത്തില്ല എന്ന് പറഞ്ഞ് അവർ വലുതായിട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഒന്ന് ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. ഇതൊരു ഔട്ട്ലൈനായിട്ട് മാത്രം കണക്കാക്കിയാൽ മതി. അതിൽ 2026 വലിയ പ്രോബ്ലങ്ങളൊന്നും വരാതിരിക്കുന്ന കുറേ നക്ഷത്രങ്ങളുണ്ട്. അതിനകത്ത് അവിട്ട നക്ഷത്രം അവർക്ക് വളരെ നല്ലതായിട്ടാണ് വരുന്നത്. പിന്നെ ചതയ നക്ഷത്രം നല്ലതായിട്ട് വരും. പൂരിരുട്ടാതി നല്ലതായിട്ട് വരും. പിന്നെ വന്നിട്ട് ആയില്യം നല്ലതായിട്ട് വരും. പിന്നെ മകീരം നല്ലതായിട്ട് വരും. ചോതി നല്ലതായിട്ട് വരും. പിന്നെ അതിനകത്ത് വരുന്നത് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നല്ലതായിട്ട് വരുന്നു. മഹം നക്ഷത്രക്കാർക്ക് നല്ലതായിട്ട് വരും. പിന്നെ പുണർദ നക്ഷത്രക്കാർക്ക് നല്ലതായിട്ട് വരും. പിന്നെ വന്നിട്ട് അശ്വതി നക്ഷത്രക്കാർക്ക് നല്ലതായിട്ട് വരും.
പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉത്രട്ടാതിക്ക് നല്ലതായിട്ട് വരും, രേവതിക്ക് നല്ലതായിട്ട് വരാം, പിന്നെ വരുന്ന അനിഴ നക്ഷത്രക്കാർക്ക് നല്ലതായിട്ട് വരാം, പിന്നെ പൂയ നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ലതായിട്ട് വരാം. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മകം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, പൂരം നക്ഷത്രക്കാരുടെയൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ബാക്കിയുള്ള നക്ഷത്രക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇവരൊക്കെ 2026 വലിയ പ്രയാസങ്ങളൊന്നും വരാതിരിക്കില്ല, വലിയ പ്രയാസമൊന്നും ഇവർക്ക് വരില്ല. കാര്യം ഇവർക്ക് ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോവാം. ഇവർ 2026 നല്ല രീതിയിൽ ഉണർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് സൗഭാഗ്യം കൊണ്ടുവരാം, ഇവർക്ക് നല്ലതായിട്ട് വരും. പിന്നെ ഏറ്റവും കൂടുതൽ 2026 കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മൂലം ശ്രദ്ധിക്കണം, പൂരാടം ശ്രദ്ധിക്കണം, അത്തം നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം, പിന്നെ വന്നിട്ട് തിരുവാതിരയുടെ നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ളവരാണ് കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. ഇവർക്ക് വീഴ്ച, അപകടം, ആപത്ത്, അങ്ങനെ ആശുപത്രി വാസമൊന്നും വരാതിരിക്കാൻ ഇവർ ശ്രദ്ധിക്കണം. ഇതാണ് 2026 കോമൺ ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ചങ്കുകൾക്ക് എന്തായാലും അത് മനസ്സിലാക്കി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എനിക്കിപ്പോൾ ഞാൻ 3-ാം തീയതി എറണാകുളം ഓഫീസിൽ കാണും, പിന്നെ 5-ാം തീയതി പാലക്കാട് ഓഫീസിൽ കാണും, പിന്നെ വന്നിട്ട് 7-ാം തീയതി താമരശ്ശേരി സിറ്റി മോളിൽ കാണും. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ച് ബുക്ക് ചെയ്യേണ്ട നമ്പർ 9746560562. അതാണ് എൻ്റെ നമ്പർ. ലോകത്ത് എവിടെ പോയാലും ഈ നമ്പർ റോമിങ്ങിലും ഒക്കെ ആയിരിക്കും. പിന്നെ എൻ്റെ ചങ്കുകൾ ദുബായിലും ഒക്കെ ഉള്ള ചങ്കുകൾക്ക് എന്നെ ഞാൻ 18-ാം തീയതി മുതൽ 28-ാം തീയതി, ജാനുവരി 18 മുതൽ 28 വരെ ദുബായിൽ കാണും. ചങ്കുകൾ എല്ലാവർക്കും എന്നെ വന്ന് കാണാം. പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ പേരും, ഒരുപാട് പേര് എന്നെ വിളിച്ച് അഭിനന്ദിച്ചു. ന്യൂസ് 18-ലെ വീഡിയോ വളരെ ഗംഭീരമായിരിക്കുന്നു എന്നുള്ള, സാറിനെ കവച്ചു വയ്ക്കാൻ ഇന്ന് കേരളത്തിലല്ല ലോകത്ത് തന്നെ ഒരു ജ്യോതിഷൻ ഇല്ല എന്ന് ആണ് അവരൊക്കെ പറയുന്നത്. അതൊക്കെ എൻ്റെ ചങ്കുകളായതുകൊണ്ട് അങ്ങനെ പറയണമായിരിക്കും. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അസൂയാലികൾ ഇത് കേൾക്കണ്ട. അവർക്ക് എന്താ പറയുക, അവരുടെ കണ്ണ് കലങ്ങി പോവും, അല്ലെങ്കിൽ അവരുടെ കാത് രണ്ടും പൊട്ടയായിപ്പോവും. അതാണ് സാറേ 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 എന്ന് വിളിച്ച് സാറിനെ ഞങ്ങൾ ഇത്രത്തോളം വളർത്തിയെന്നാണ് അവർ പറയണത്. നിങ്ങളെല്ലാ പേരും നിങ്ങളെ തന്നെ തുടങ്ങണം. അത് ഈ കലിയുഗത്തിൻ്റെ പ്രത്യേകതയാണ്. നിങ്ങളെ കുറ്റം പറയാനും നിങ്ങളെ താഴെ വലിച്ചിടാനും 100 കണക്കിന് ആൾക്കാർ കാണും. ഒരാൾ പോലും നിങ്ങളെ പ്രൊമോട്ട് ചെയ്യില്ല. നമുക്കൊരാവശ്യം വരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ സുഹൃത്തുക്കളെ മനസ്സിലാക്കാൻ പോകുന്നത്. അതാണ് അതിൻ്റെ ഒരു രീതി. നമുക്ക് നമ്മൾ മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് നമ്മളെ ബഹുമാനിച്ച് തന്നെ മുന്നോട്ട് പോകണം. അത് കലിയുഗ ജ്യോതിഷം പഠിപ്പിച്ച പാഠമാണ്. കലിയ ജ്യോതിഷനെ സാറേ എന്ന് തന്നെ വിളിക്കും. അതിന് മറ്റുള്ളവന്മാർ എന്ത് പറഞ്ഞാലും സാറേ, സന്തോഷ് സാറേ, സന്തോഷ് സാറേ, സന്തോഷ് സാറേ. ഇനി കേൾക്കണവന്മാരുടെ കാതിലൊരു എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവന്മാർ പഞ്ഞു വെച്ചോണ്ടാൽ മതി. മനസ്സിലായില്ല? അല്ലാതെ അവന്മാരെ ഇഷ്ടത്തിന് ജയിക്കണവനല്ല കലിയ ജ്യോതിഷൻ. കലിയ ജ്യോതിഷൻ എന്ന് പറഞ്ഞാൽ അതിന് കലിയ ജ്യോതിഷന് തൻ്റേതായ ഒരു വ്യക്തിത്വം ഉണ്ട്. പുതുമകൾ, അതായത് കാലഘട്ടത്തെയും മനുഷ്യ ജീവിതത്തെയും നിരീക്ഷിച്ചുകൊണ്ടാണ് ജ്യോതിഷ പ്രവചനം നടത്തേണ്ടത്. അതങ്ങനെ നടത്തുള്ളൂ. അതങ്ങനെയാണ്. ഓരോ യുഗത്തിനും ഓരോ രീതിയുണ്ട്, ഓരോ യുഗത്തിനും ഓരോ പരിഹാരമുണ്ട്. ഇതൊന്നും അറിഞ്ഞുകൂടാത്ത കുറേ പൊട്ടന്മാർക്ക് ആണ് പ്രോബ്ലം വരുന്നത്. അതുകൊണ്ട് കലിയ ജ്യോതിഷൻ്റെതായ വ്യക്തിത്വം പറയും, നിങ്ങളെ പഠിപ്പിക്കും. അതിലിഷ്ടമുള്ളവർക്ക് പഠിക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് പഠിക്കണ്ട. ലോകത്ത് മൊത്തം ഒരുപാട് ചങ്കുകളുണ്ട് കലിയ ജ്യോതിഷന്. അത് ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ ലൈക്ക് ഒന്ന് നോക്കിയാൽ മതി. കമൻസിനേക്കാളും കൂടുതൽ ലൈക്കാണ് വരുന്നത്. അത് ഏത് ചാനലുകാരോ ഇട്ടോട്ട്. അപ്പോൾ അവിടെ എൻ്റെ ചങ്കുകളാണ് അതിന് ഇത്. ഇപ്പം ന്യൂസ് 18-ൽ 900 കമൻസ് വന്നെങ്കിൽ ഇനി 900 നെഗറ്റീവ് ആയിക്കോട്ടെ, അത് കമൻസ് തൊഴിലാളികളും മറ്റുള്ളവരും ഇട്ടതായിരിക്കും. പക്ഷേ 1800 ലൈക്ക്, അവന്മാരെ ഡബിളായിട്ട് അതിനകത്ത് ലൈക്കുണ്ട്. ഇതൊക്കെ ആ കമൻസ് തൊഴിലാളികൾ കാണണം. കലിയ ജ്യോതിഷം ഇപ്പോൾ വളർന്ന് പന്തലിച്ച് അരശായി. ഇനി നീയൊക്കെ അതിൽ നിന്ന് പൊഴിയുന്ന ഓരോ ഇല എടുത്ത് വെച്ച് കലിയ ജ്യോതിഷ ഇത്രയും വളർന്ന് നമ്മൾ വളർത്തി, നമ്മൾ ഈച്ചയും കുത്തി കിണറ്റിലെ തവളയെ പോലെ ഇവിടെ ഇരിക്കുകയാണ് അങ്ങനെ പറഞ്ഞ് മനസ്സിലായില്ലേ? ശംഭോ മഹാദേവ. നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിയുഗ ജ്യോതിഷൻ്റെ നന്ദി, നമസ്കാരം, പ്രണാമം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഃ. ലോഹ സമസ്ത സുഖിനോ ഭവന്തു. ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ.